ഹലോ ഗൈസ്, ആർഷ് വ്ളോഗിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുഡിനെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ നിയാസ് ബ്രോയും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് 10 ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തമ്പുരാനായ ഒരു പലഹാരത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ പാലക്കാടിൻ്റെ അഭിമാനം, കേരളത്തിലെ ഓരോരുത്തരും കഴിക്കേണ്ട, ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിരിക്കേണ്ട ഭക്ഷണം രാമശ്ശേരി ഇഡ്ഡലിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലിയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ആ പ്രശസ്തിനെ കുറിച്ചിട്ടും അതിൻ്റെ എങ്ങനെയാണ് ഇതിന് ഇത്രയൊരു പേര് വന്നതെന്നുള്ളത് നമുക്ക് നിയാസ് ഖാൻ്റെ അടുത്തൊന്ന് ചോദിക്കാം. ജസ്റ്റ് ഒന്ന്, നിയാസ്ക്ക് ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിയാസ് ബ്രോ, അപ്പോൾ ഒരു ഹായ് പറ. കുറച്ച് കാലം നമ്മൾ കണ്ടിട്ട് സെറ്റായി. അതെ അതെ. അപ്പോൾ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയും. പൊതുവേ രാമശ്ശേരി എന്ന് പറഞ്ഞാൽ തന്നെ പാലക്കാട്ടുകാർക്ക് അറിയുന്നത്, പാലക്കാട്ടിൽ പുറത്താണെങ്കിലും അറിയുന്നത് ഇഡ്ഡലി, രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. പൊതുവേ നമ്മൾ ഇവിടെ കാണുന്ന ഇഡ്ഡലി പോലെയല്ല, വെറൈറ്റിയാണ്. അത് നമുക്ക് ഇഡ്ഡലിയിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇഡ്ഡലിയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് പണ്ട് കാലത്തൊക്കെ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിൽ, ഇപ്പോഴാണല്ലോ ഫ്ലൈറ്റ് ഫെസിലിറ്റി ഒക്കെ കൂടുതലായത്, ഇപ്പോഴാണല്ലോ. പണ്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നവരൊക്കെ 3-4 ദിവസം നമുക്ക് ഇഡ്ഡലി പാർസൽ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ഹരിയാന അങ്ങോട്ട് പോകുന്നവരൊക്കെ മിക്കവാറും ഇതാണ് പാർസൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ 4-5 ദിവസം വരെ കേടുവരാതെ പാക്ക് ചെയ്ത് ഇവർ തരും. നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. രാമശ്ശേരിക്കുള്ള വരാനുള്ള ഒരു അഡ്രസ്സ് ഈ പുറത്തുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ കഞ്ചിക്കോട് പോകുന്ന റൂട്ടിൽ പുതുശ്ശേരി ജംഗ്ഷനിൽ നിന്ന്, പാലക്കാട് റൂട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ പുതുശ്ശേരി ജംഗ്ഷനിൽ റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തിട്ട് രാമശ്ശേരി റൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും, 4 കിലോമീറ്റർ. പുതുശ്ശേരി ജംഗ്ഷനിൽ റൈറ്റ് എടുക്കുക, സ്ട്രൈറ്റ് വരുന്ന 4 കിലോമീറ്റർ. നമ്മൾ ഇനി ഇലപ്പള്ളി റൂട്ടിലാണ് വരുന്നത്. അതായത് പൊള്ളാച്ചി റൂട്ടിൽ ഇലപ്പള്ളി നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അടിക്കുക, സ്ട്രൈറ്റ് കുന്നാച്ചി റൂട്ട് 2 കിലോമീറ്റർ. അതാണ് ഇവിടെ വരാനുള്ള ലൊക്കേഷൻ അഡ്രസ്. ആക്ച്വലി ഈ മാരിയമ്മൻ അല്ലേ, മാരിയമ്മൻ ക്ഷേത്രം അല്ലേ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ എന്താണ് ടീ സ്റ്റോളിന്റെ പേര്, സഞ്ജയ് ടീ സ്റ്റോൾ. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ അറിയാം. നമുക്ക് രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്നേ. ഓക്കെ, നല്ല ഉഴുന്ന വടയുണ്ട്. അപ്പൊ നമ്മുടെ ചേച്ചി കിച്ചണിൽ നിൽക്കുകയാണ്. നമുക്ക് ചേച്ചിന്റെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ? അപ്പൊ നമ്മുടെ ഹോട്ടല് ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് തന്നെ അധികവും പാർസലാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കിച്ചണിൽ പോയിട്ട് നോക്കാം. ഇതിന്റെ മേക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പാർസൽ എത്ര വരുന്നുണ്ട്, ഇതിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ചേച്ചിയുടെ പേര് മല്ലിക അല്ലേ? ഓക്കെ. ഏട്ടന്റെ പേരെന്താണ്? പുഷ്പൻ അല്ലേ? പുഷ്പരാജ്. ഓക്കെ. അടിപൊളി, ഭയങ്കര ഡിസൈനിലാണല്ലോ. സെറ്റ്. ചേച്ചി തന്നെയാണോ ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങള്? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ കാര്യം ഞാൻ തന്നെയാണ്. എനിക്ക് സഹായത്തിന് 2 പേരുണ്ട്. അടിപൊളി. ഒക്കെ ഗ്യാസിൽ തന്നെയാണല്ലോ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? ഓക്കെ. ഇത് ആക്ച്വലി ഇതാണോ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ്? അതെ. ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന കലം. ഇഡ്ഡലി ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല ഇത്, മൊത്തം സെറ്റപ്പ് വ്യത്യാസമാണ്. ആക്ച്വലി ഇത് എങ്ങനെയാ ചേച്ചി ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം? ഇത് നേരത്തെ ഞങ്ങളിപ്പോ വിറകടുപ്പ്, പുളി വിറകടുപ്പിലായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലമൊക്കെ മാറിപ്പോയില്ലേ. അപ്പൊ വിറകിനും ഗ്യാസിനും ഒക്കെ ഒരേ റേറ്റ് ആണ്. അപ്പൊ എളുപ്പം ഞങ്ങൾക്ക് ഗ്യാസാണ്. അപ്പൊ ഞങ്ങൾ ഗ്യാസിലേക്ക് മാറി. പിന്നെ മൺകലം നിന്ന് അലുമിനിയം കലത്തിലേക്ക് മാറി. ഇത് മൺകലമായിരുന്നു. പിന്നെ ഈ ഉണ്ടാക്കുന്ന റിങ് ഇന്നും മണ്ണ് കൊണ്ടുള്ളത് തന്നെയാണ്. അത് മൺപാത്രം ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കി തരുന്നതാണ് ഈ റിങ്. അതിൽ തന്നെയാണ് ഇന്നും രാമശ്ശേരിക്ക് ഉണ്ടാക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ഇതിപ്പോ എന്താ ചേച്ചി, നൂല് കെട്ടിക്കുക. ഈ റിങ്ങില് ഞങ്ങൾ ഇതിന് ഓട് എന്ന് പറയും. ഇഡ്ഡലി ഓട് എന്ന് പറയും. ഈ ഓട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് മൺപാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരിൽ നിന്ന് ഞങ്ങളിത് വാങ്ങിച്ച് ഇതില് നൂല് കൊണ്ട് വല കെട്ടും. വല കെട്ടിയതിന് ശേഷം അതിന്റെ മീതെ ഇതുപോലെ തുണി വിരിച്ച് അതിന്റെ മീതെയാണ്
ഈ കലത്തിന് മീതെ ഇങ്ങനെ ഓരോ അടുക്കടുക്കായി മൂന്നെണ്ണം വരും ഇതില്. ഈ ഒരു പ്രാവശ്യം 3 തട്ടാണ്. ഒരു ആവി ഇഡ്ഡലി ഒരു സെറ്റില് ഇതിൽ 3 എണ്ണം കിട്ടും. 4 എണ്ണം വരുന്നുണ്ട് ഇതില്. കലത്തിലും കൂടെ ഒന്ന് ഒഴിക്കുമ്പോ 4 എണ്ണം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ ഓർഡർ ഒക്കെ വരുമ്പോ അധികം ഇപ്പൊ എത്രത്തോളം ഓർഡർ ഒക്കെ വരാറുണ്ട് ഒരു ദിവസം? ഓർഡർ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. കാരണം ഈ കോവിഡ് കാലത്തിന്റെ ഇതില് ഫംഗ്ഷനും കാര്യങ്ങളും ഒന്നും ആള് കൂടാൻ പാടില്ലാത്ത ഒരു കാരണം കൊണ്ട് ചെറിയ ഫംഗ്ഷനുകളൊക്കെ ആളുകൊണ്ട് ചെറിയ ഓർഡറുകളൊക്കെയാണ് വരുന്നത്. അല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് വലിയ കല്യാണ ഓർഡറുകൾ പിന്നെ കാറ്ററിംഗ് ഒക്കെ നിറയെ പറയാറുണ്ട്. 5000-10,000 ഇഡ്ഡലിയൊക്കെ നേരത്തെ ഞങ്ങൾ കുടുംബത്തില് 5000-10,000 ഇഡ്ഡലിയൊക്കെ 5000-10,000 ഇഡ്ഡലി വരെ ഞങ്ങൾ വന്ന് ഞങ്ങൾ കുടുംബത്തിലെ ഏടത്തിയമ്മമാരെ എല്ലാവരും കൂടി ചേർന്ന് ഷെയർ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഒരാൾക്ക് മിനിമം ഒരു 1000 ഇഡ്ഡലി വരെയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതിൽ കൂടുതൽ വരുമ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കാറാണ്. അപ്പോ അതായത് ഈ ഒരു 3 എല്ലാ പ്രാവശ്യം ഇപ്പൊ ഇത്ര വലിയ ഓർഡർ വരുമ്പോൾ ഇതേമാതിരി 3 തട്ട് വെച്ചിട്ട് ഞങ്ങളിപ്പോ ഒരാൾക്ക് 1000 ഇഡ്ഡലി വരുമ്പോ എങ്ങനെയും ഒരു 10 മണിക്കൂർ പിടിക്കും. അപ്പൊ ഈ 10 മണിക്കൂറിന് അതിന് മുമ്പേ ഞങ്ങള് മാവ് അരച്ച് വെച്ചിരിക്കണം. ഞങ്ങൾക്ക് മാവ് അരച്ച് ഇത്ര മണിക്കൂർ കുളിക്കാനുള്ള ടൈം ഞങ്ങൾ കാണണം. അത് കണ്ട് പിന്നെ മാവ് കുളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര ഇഡ്ഡലി എന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് ഒരു കണക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കാറ്. കൂടുതൽ വരുമ്പോ ഷെയർ ചെയ്തിട്ട് കൊടുക്കാറ്. അതായത് നമ്മുടെ ഈ രാമശ്ശേരി പറഞ്ഞ ഇതിന്റെ അതായത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പറഞ്ഞ ഇത് ഇഡ്ഡലി തന്നെയാണ്. അതെ അതെ. ഈ രാമശ്ശേരിന്റെ ഒരു ഇഡ്ഡലിയുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞു കുടുംബമാണ്, എല്ലാവരും കുടുംബത്തിലും എല്ലാവരും ആണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ. കുടുംബം പറഞ്ഞാൽ ഇതിപ്പോ ഈ രാമശ്ശേരി ഇഡ്ഡലി പറയുന്നത് ഇവിടെ പൈതൃകമായിട്ടുള്ളതാണ്. പണ്ട് മുതിർന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും വന്ന് രാമശ്ശേരിയിൽ കൂടിയിരുന്ന ആൾക്കാരാണ് ഈ മുതലിയാർ കുടുംബം എന്ന് പറയുന്നത് കേട്ടു. മുതലിയാർ കുടുംബമാണ് രാമശ്ശേരി ഇഡ്ഡലിന്റെ യഥാർത്ഥ ആൾക്കാര്. അതിന്റെ യഥാർത്ഥ ആൾക്കാര് മുതലിയാർ കുടുംബക്കാർ. ഇതെന്താ ചോദിച്ചാൽ ഇത് വെക്കുന്നത്, ഈ തട്ട് വെക്കുന്നത് ആവിയിൽ വേവാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഇവരാണ് ഈ മുതലാർ കുടുംബമാണ് ഇതിന്റെ സത്യത്തില് ഇതിന്റെ ഓണർമാര്, അതായത് ഉടമകള്. അവരാണ് ഇതിന്റെ എന്താ പറയാ ഷെഫ് എന്നൊക്കെ പറയാം. മേക്കിംഗ് സത്യത്തിൽ പറഞ്ഞാൽ അവരാണ് ഫസ്റ്റ് മേക്കിംഗ്. അപ്പൊ ഇതിലിപ്പോ ഇപ്പൊ നിങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല, എത്ര കുടുംബം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഞങ്ങള് മൊത്തം ഇവിടെ 8 ഫാമിലിക്കാരുണ്ട്. അപ്പൊ ഇനി നമ്മളെ നിയാസ് ഭായിക്ക് 1-2 സംശയങ്ങൾ ചോദിക്കാണ്ട് പറഞ്ഞു. അപ്പൊ നിയാസ് ഭായ് ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ. ഇനിയിപ്പോ ഞാൻ ചോദിച്ചു ഇതാക്കുന്നില്ല, കൊടുക്കുമ്പോ ഒരു ക്ലാരിറ്റി കൊടുക്കും. നമുക്ക് സാധാരണ അറിയാം, ഫസ്റ്റ് അങ്ങനെ ഈ രാമശ്ശേരിയുടെ ഹിസ്റ്ററി പറയുമ്പോൾ തന്നെ അറിയാം, മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണെന്ന് പറഞ്ഞാലും ഇവരിവിടെ തന്നെ ഉള്ളവരാണ്. പിന്നെ പണ്ട് കാലത്തൊക്കെ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ കഞ്ചിക്കോട് അങ്ങനെ ടൗൺ സർക്കിളിലെ ഭാഗത്തൊക്കെ ഇവര് ഫുഡ് ഉണ്ടാക്കി ഇവിടെ നിന്ന് പാർസൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആളുകൾ കൂടിയപ്പോഴാണ് പാർസൽ തന്നെ എല്ലാവരും എത്തിച്ചു കൊടുക്കാനുള്ളത്. പണ്ട് പറഞ്ഞാൽ ഇങ്ങനെ വീടുകളിൽ വന്ന് ഇവർ വാങ്ങിച്ചിട്ട് പോയായിരുന്നു. ഇപ്പൊ ഇവർ എത്തിച്ചു കൊടുക്കുന്ന സെറ്റപ്പിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്, അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് അവരായി. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഷോപ്പ് ഇങ്ങനെ ഇത് വീട്ടിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര വർഷം ചേച്ചി? നിങ്ങൾ എത്ര വർഷമായി നിങ്ങൾ ഇതിൽ ഉണ്ട്? ഞാനിപ്പോ എന്റെ വിവാഹം കഴിഞ്ഞ് വന്ന് 17 വർഷം കഴിഞ്ഞു. ഈ വിവാഹം കഴിഞ്ഞ് വന്ന് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഈ തൊഴിൽ പഠിച്ചതും പിന്നെ ഞങ്ങളത് ഓർഡർ എടുത്ത് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ ഓർഡർ മാത്രം എടുത്ത് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു സ്ഥലം കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾ ആ ഷോപ്പും കൂടെ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ പാർസൽ കൊടുക്കും, കഴിക്കാൻ വരുന്നവർക്ക് കഴിക്കാനും കൊടുക്കും, ഓർഡർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെറ്റില്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 17 വർഷമായിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും വീടുകളിലേക്ക് ഇടാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ 3 വർഷമായിട്ട് ടീ സ്റ്റോൾ എന്ന രീതിയിൽ അവർ സെറ്റപ്പ് ആക്കി എടുത്തു. 3 വർഷമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ്ങും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാം രാമശ്ശേരി ഇഡ്ലിയുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളത്. നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളില്ല. നമ്മൾ ഇനിയിപ്പോ മേക്കിംഗ് റെസിപ്പിയും കൂടെ നമുക്ക് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. എന്തായാലും വർഷങ്ങളെ കഴിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് എന്താ കഴിക്കുന്നത് അറിയില്ല. ഒന്നുകൂടെ നമുക്ക് മേക്കിംഗ് റെസിപ്പിയും കൂടെ നമുക്ക് ചേച്ചിയെടുത്ത് ചോദിക്കാം. എന്താണ് ചേച്ചി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? സാധാരണ ഇഡലി പോലെ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ്? സ്പെഷ്യലായിട്ട് അരി പൊന്നിയരിയാണ്. പൊന്നിയരി പൊന്നിയരിയുണ്ട്. ആ പൊന്നിയരി പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് തന്നെ വേണം. നല്ല ഉഴുന്ന് തന്നെ അതിന് വേണം. ഉഴുന്ന്, അതേപോലെ ഉലുവ. ഇത് 3ഉം കൂടെ കുതിർത്ത് നമ്മൾ അരച്ചെടുത്ത് നമ്മൾ തലേ ദിവസം തന്നെ ഇത് ഉപ്പൊക്കെ ഇട്ട് മാവ് പാകമാക്കി കലക്കി വെച്ചിരിക്കണം. ഇത്ര മണിക്കൂറിന് ശേഷം ഒരു 8 മണിക്കൂർ വേണം മാവ് പാകമായി വരാൻ. 8 മണിക്കൂറിന് ശേഷം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം.
8 മണിക്കൂറിന് ശേഷം അപ്പോഴേ മാവ് പാകമായി വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ വലിയ വലിയ ഓർഡറുകളൊക്കെ എടുക്കുമല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇത് തലേ ദിവസം? അതെ, ബുക്കിങ്ങുകൾ ഉണ്ടാവുമല്ലോ. വലിയ ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ കല്യാണം പോലെയുള്ള ഓർഡറുകളൊക്കെ വരാറുണ്ട്. നേരത്തെ അവര് പറഞ്ഞു വെക്കും, ഇത്രാം തീയതിക്ക് ഇത്ര എണ്ണം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഞങ്ങള് തലേ ദിവസം തന്നെ ഇതിനെ അരയ്ക്കാൻ തുടങ്ങും. അരച്ച് നമുക്ക് ഇതിനെ അവര് പറയുന്ന ടൈമിലേക്ക് നമുക്ക് സാധനം ഒരുപാട് നേരത്തെ ഉണ്ടാക്കാനും പറ്റില്ല. അപ്പൊ അവര് പറയുന്ന ടൈമിലേക്ക് കണക്കെടുത്ത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനുള്ള ടൈം ഞങ്ങൾ മാവ് അരച്ച് മാവ് കുളിക്കാനുള്ള ടൈം ഞങ്ങൾ കാണും, അത് ഉണ്ടാക്കാനുള്ള ടൈം ഞങ്ങൾ കാണും. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പലർക്കും തോന്നും, കുറെ പേര് ഒരു 100-ലേറെ രാമേശ്വരം ഇഡ്ഡലിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇത് ഇഡലിന്റെ ഷേപ്പല്ല, പിന്നെ എങ്ങനെ ചേച്ചി ഇഡലി പേര് വന്നത്? അതായത് ഒരു ദോശയാണോ ആപ്പമാണോ ഇഡലിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മളിപ്പോ വേറെ എണ്ണ പലഹാരവും അതിനോടൊന്നും ചേർന്നല്ല. ഇതിപ്പോ ഏത് രോഗികൾക്ക് വേണമെങ്കിലും ആവിയിൽ വെച്ച് ഉണ്ടാക്കണോണ്ട് അത്രയും ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് കേടില്ല. അത് ഉണ്ടാക്കുന്ന നമ്മൾ പ്ലാച്ചി ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലാച്ചി ഇല കാണിച്ചു തരാം. പ്ലാച്ചി ഇല നമ്മൾ പണ്ട് ഇലയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈപ്പ് ഇലയല്ലേ? പ്ലസ് പണ്ടത്തെ ഒരു സ്റ്റൈൽ. ഇതാണ് പ്ലാച്ചി ഇല. ഈ ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി വേകുമ്പോൾ പാകമാകുമ്പോൾ എടുക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ഇല വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഓക്കെ. ഇതാണ് പ്ലാച്ചി ഇല. ക്ലിയർ. ഇതൊരു ഔഷധ ഗുണമുള്ള ഒരു ഇലയും കൂടിയാണ്. നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നതാണ് ഈ പ്ലാച്ചി ഇലയുടെ ഗുണം. അപ്പോൾ ഈ ഇലയിലേക്ക് നമ്മൾ ഇഡ്ഡലി എടുക്കുമ്പോൾ ഈ ഇലയുടെ ഒരു ഗുണം കൂടെ ഇഡ്ഡലിക്ക് പിടിക്കും. അപ്പൊ നിയാസ് ബ്രോ നമുക്ക് ഫുഡ് കഴിച്ചാലോ? അപ്പൊ പുഷ്പരാജേട്ടാ നമുക്ക് എടുത്തോളൂ. നമുക്കപ്പോ ഇഡ്ഡലി വെച്ചു, ഉഴുന്നുവട, തേങ്ങാ ചട്നി, ഇനി സാമ്പാർ വരും. സാമ്പാർ വന്നു. സ്പെഷ്യൽ, അതായത് രാമശ്ശേരി സ്പെഷ്യൽ റെസിപ്പി ഉള്ള ഒരു പൊടിയാണ്. അത് ഇവിടെ മാത്രമേ ഈ പൊടി കിട്ടുള്ളൂ. ഇവിടെ ടൗണിലൊന്നും ഇങ്ങനത്തെ പൊടി കിട്ടില്ല. കിട്ടും, ഈ പൊടി കിട്ടില്ല. കണ്ടല്ലേ, അതിന്റെ ഇവരുടെ തന്നെ റെസിപ്പീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്മൂത്ത് അറിയോ? വേറെ ലെവൽ സ്മൂത്ത് ആണ്. കാണുമ്പോൾ തന്നെ അടിപൊളി. നമുക്ക് സ്പെഷ്യൽ പൊക്കോട, ചേച്ചിയുടെ വക സ്പെഷ്യൽ പൊക്കോട ഉണ്ട്. അല്ല, നമ്മൾ അത്രയും വെറുപ്പിച്ചല്ലോ ചേച്ചിനെ. തിരക്കിന്റെ ഇടയിലൊക്കെ വന്നിട്ട് ഇല്ല എണ്ണ വേണ്ട. ഈ പൊടി ഇങ്ങനെ കൂട്ടാനാണ്. നല്ല സ്മൂത്തും സോഫ്റ്റും ആണ്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇതിനു വേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇത്രയും ചട്നിയും സാമ്പാറും ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ. അപ്പൊ നിയാസ്ക, നമ്മളത് മൂന്നും കൂടി കൂട്ടിയിട്ട് ഒരു അടിയടിക്കാൻ പോകട്ടെ. നടക്കട്ടെ. സാമ്പാറ്, ചട്നി, അതിന്റെ ഒപ്പം നമ്മുടെ ഇഡ്ലിപ്പൊടി, വേറെ ലെവല്. അല്ല, അത് മാത്രമല്ല, ഞാൻ പാർസൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആയി കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ്. ഒരു 30 ഇഡ്ഡലി ഇപ്പൊ നമ്മുടെ നിയാസ് ബ്രോ പാർസലാക്കിയിട്ടുണ്ട്. 2 പേർക്കും ചേർത്തിട്ട്. ഒറ്റയ്ക്ക് ഞാൻ കഴിക്കാനല്ല, 2 വീട്ടിലേക്ക്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കഴിച്ചിട്ട് നോക്കാം. ഇനി കഴിച്ചു. ഓക്കെ. അപ്പൊ പോട്ടെ. അപ്പൊ നമ്മള് പാർസലൊക്കെ വാങ്ങിയിട്ട് നമ്മളെ നിയാസ് ബ്രോന്റെ വീട്ടിക്കുണ്ട്, എന്റെ വീട്ടിക്കുണ്ട്. അപ്പൊ നമ്മള് ചേച്ചി നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും രാമശ്ശേരി ഇഡ്ഡലി വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ ഓർഡറൊക്കെ വേണമെങ്കിൽ താഴത്ത് ഞാൻ നമ്പർ കൊടുക്കാം. ഈ വീഡിയോന്റെ താഴത്ത് നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പോവല്ലേ? അപ്പൊ ചേച്ചി ഓക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇതേമാരി 2-3 ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇതുമാതിരത്തെ ടീ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊരു കുടുംബമായിട്ടാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ അവരുടെ വീടും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സഞ്ജയ് കൃഷ്ണൻ ടീ സ്റ്റാൾ കണ്ടല്ലോ. അപ്പം മറക്കണ്ട ഇങ്ങോട്ട് വരാൻ. അടിപൊളി ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.